അസമിൽ മുസ്ലിങ്ങൾക്ക് ഭൂമി വാങ്ങാൻ സർക്കാർ അനുമതിക്കായി നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രിയും ബിജെപി നേതാവുമായ ഹിമന്ത ബിശ്വ ശർമ്മ. തുടർച്ചയായി മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുന്ന ഹിമന്തയുടെ ഈ പ്രസ്താവനയാണ് ഇപ്പോൾ അസമിലെ പുതിയ വിവാദം. ലവ് ജിഹാദ് കേസുകളിൽ ആജീവനാന്തം തടവിനുള്ള നിയമനിർമ്മാണം നടത്തും. അസമിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന ഭൂമി കൈമാറ്റങ്ങളിൽ സർക്കാർ നിയന്ത്രണം കൊണ്ടുവരും. മുസ്ലിം വിഭാഗങ്ങൾക്ക് സംസ്ഥാനത്ത് ഭൂമി വാങ്ങണമെങ്കിലും വിൽക്കണമെങ്കിലും മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള അനുവാദം ആവശ്യമായി വരുന്ന രീതിയിൽ നയപരിഷ്കരണം കൊണ്ടുവരും. ഇങ്ങനെ പോകുന്നു അസം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ. ഗുവാഹത്തിയിലെ BJP സംസ്ഥാന സമിതി യോഗത്തിലായിരുന്നു പുതിയ വിവാദം. തദ്ദേശീയരിൽ നിന്ന് ഭൂമി തട്ടിയെടുക്കുന്നത് തടയാൻ ലോവർ അസമിലെ ഗോൽപാറ അടക്കമുള്ള ഗോത്രമേഖലയിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഭൂമി വിൽപ്പന തടയുമെന്നും ഹിമന്ത പ്രസംഗത്തിൽ പറഞ്ഞു. സ്വന്തം മണ്ണിൽ ഗോത്രവിഭാഗക്കാരടക്കം ന്യൂനപക്ഷമാകുന്നത് തടയാനാണ് നീക്കമെന്നാണ് വാദം. അസമിലെ നവവൈഷ്ണവ സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങളെന്ന് അവകാശപ്പെടുന്ന ബാർപേട്ട, മജുലി, ഭട്ടദ്രവ എന്നിവിടങ്ങളിൽ ഭൂമി വാങ്ങാനുള്ള അവകാശം നാട്ടുകാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തും. അസമിൽ ജനിച്ചവർക്ക് മാത്രമേ സർക്കാർ ജോലിക്ക് അർഹതയുണ്ടാകൂ എന്ന രീതിയിൽ നയരൂപീകരണം നടത്തുമെന്നും ഹിമന്ത വ്യക്തമാക്കി. ദിവസങ്ങൾക്ക് മുൻപാണ് അസമിലെ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് ഹിമന്ത പറഞ്ഞത്. 2041 അസം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാകുമെന്നും ഓരോ 10 വർഷം കൂടുമ്പോഴും മുസ്ലിം വിഭാഗത്തിന്റെ ജനസംഖ്യാ വളർച്ച 30% വാദം. मेरा असम में मुस्लिम पॉपुलेशन 40% हो चुका है. 1951 में 12%. आज असम में मुस्लिम पॉपुलेशन 40%. हम जिला की जिला खो चुका है. तो मेरे लिए ये मुद्दा पॉलिटिकल नहीं है. मेरे लिए ये जीना और मरने का मुद्दा है. इसलिए मैंने उसका साथ ही हर दिन संघर्ष करता हूं. 2021 അധികാരത്തിലേറിയതിന് പിന്നാലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് എന്ന പേരിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഗർഭനിരോധന മാർഗങ്ങൾ വിതരണം ചെയ്യുന്നതടക്കം പദ്ധതികൾ ആസൂത്രണം ചെയ്ത ചരിത്രവുമുണ്ട് BJP നേതാവായ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.